ഹായ് ഗൈസ്, നമ്മളെങ്ങനെ ഉപ്പിലിട്ട് മാങ്ങ ഇവിടെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് സ്ട്രീറ്റ്സിലൊക്കെ കിട്ടുന്ന ഫുഡാണ്. എല്ലാവരും വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെ ഇത് വീട്ടിൽ തയ്യാറാക്കി ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കം ഗൈസ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഉപ്പിലിട്ട മാങ്ങയാണ്. അതെങ്ങനെ തയ്യാറാക്കാനായിട്ട് നമുക്ക് കാണാം. അതിന് വേണ്ടിയത് നമുക്ക് 5 മാങ്ങ സ്ലൈസ് ചെയ്ത് കഴുകി വൃത്തിയാക്കി, പിന്നെ സ്ലൈസ് ചെയ്ത് പച്ചമുളക്, പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം, വിനാഗിരി, ഒരു 1/4 കുപ്പി വേണം അതിലിട്ട് വെക്കാൻ, പിന്നെ 5 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് എങ്ങനെ ഉപ്പിലിട്ട് മാങ്ങ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി അത് നമുക്ക് 1/4 കുപ്പിയിലാക്കി വെക്കാം. ഓക്കെ, ഇനി ഞാൻ ഈ മാങ്ങ എല്ലാം കൂടി 1/4 കുപ്പിയിലിട്ട് വെക്കുക. പതുക്കെ വീഴാതെ സ്ലൈസ് ചെയ്ത് ഇട്ട് വെച്ച മാങ്ങ. അതിൻ്റെ ഇടയിൽ പച്ചമുളക് ഇടണം. അതിൻ്റെ ഇടയിൽ പച്ചമുളക് ഇടണം. എല്ലാം നമ്മൾ അമക്കി വെച്ച് വേണം ഇടാൻ. ഇതിലിനി നമുക്ക് 5 ടീസ്പൂൺ ഉപ്പ് ഇടണം. അതിൻ്റെ ഇടയിൽ ഉപ്പ് ഇടാമായിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ അങ്ങ് ഉപ്പ് ചേർക്കുക. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക. തിളപ്പിച്ചാറിയ വെള്ളം ഇടുക. കുറച്ചുകൂടി വെള്ളം ഇതുവരെ ആയിട്ട്, പിന്നെ അതിൻ്റെ പകുതി വിനീഗർ ഇടാം. എന്നിട്ട് വിനാഗിരി നമ്മൾ ഇടുക. പകുതി വിനാഗിരി ഒഴിച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഷേക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ഉപ്പിലിട്ട് മാങ്ങ ഇവിടെ റെഡിയായി. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിക്കാം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയാണ് ഈ ഉപ്പിലിട്ട് മാങ്ങ ഉണ്ടാക്കാൻ? ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഉപ്പിലിട്ട് മാങ്ങ ഉണ്ടാക്കാൻ. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ എങ്ങനെ ഉപ്പിലിട്ട് മാങ്ങ തയ്യാറാക്കുന്നത്, സോൾട്ടഡ് മാംഗോ. ഹായ് ഗൈസ്, ഇന്ന് എങ്ങനെയാണ് നമ്മൾ ഉപ്പിലിട്ട് മാങ്ങ തയ്യാറാക്കുന്നത് നോക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് സ്ട്രീറ്റ്സിലൊക്കെ കിട്ടുന്നത് വാങ്ങിക്കാൻ. അപ്പം എല്ലാവരും जो मेरी लाभ